ശ്രീ എ സജീവൻ, ഇന്ന് കാണേണ്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ നോക്കണം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു, കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം, അതാണ് നമ്മൾ നേതാക്കളിൽ നിന്നൊക്കെ കണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അങ്ങേക്ക് കിട്ടിയോ? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മിണ്ടാൻ തയ്യാറായിട്ടില്ല. അതായത് അടൂർ പ്രകാശിന് വേണ്ടി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. എന്താണ് അങ്ങേക്ക് വായിക്കാനായത് ആ പ്രതികരണമില്ലായ്മയിൽ നിന്ന്? പ്രതിപക്ഷ നേതാവ് താങ്കൾ പറഞ്ഞ പോലെ ഇന്ന് പ്രതികരിച്ചില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചു ഇതേ കാര്യത്തിൽ. ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞു, സ്പോണ്ടേനിയസ് ആയിട്ടാണ്, ഒരു മുന്നറിയിപ്പുമില്ലാതെ നോട്ടീസ് നൽകാതെയാണ് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അതല്ല എന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ചോദ്യം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആൾ പക്ഷേ ഇന്ന് മൗനം പാലിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ ഈ SIT-യെക്കുറിച്ച് നമുക്ക് SIT ഈ സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ പോലും SIT-യുടെ ഇപ്പോഴത്തെ പ്രവർത്തനം ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഹൈക്കോടതിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം SIT-ക്ക് ചെറിയ ഒരു അവധാനത ഉണ്ടാകുന്ന സമയത്ത് അതിരൂക്ഷമായിട്ട് പ്രതികരിക്കാൻ ഈ കോടതി തയ്യാറായിട്ടുണ്ട്. ഓരോ പ്രവർത്തനവും SIT-യുടെ ഓരോ പ്രവർത്തനവും വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ കോടതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ ദേവസ്വം ബോർഡിലെ ഒരു മുൻ ദേവസ്വം ബോർഡ് അംഗം അദ്ദേഹം ജീവച്ഛവം പോലെ ആശുപത്രി കിടക്കുമ്പോൾ ദയാദാക്ഷിണ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊരു കള്ളമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ടും അതിരൂക്ഷമായിട്ട് പ്രതികരിച്ച കോടതിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. SIT-ക്ക് ചെറിയ പാളിച്ച വരുമ്പോൾ ആ പാളിച്ചയൊക്കെ നഖശികാന്തം എതിർത്തുകൊണ്ട് വളരെ കടുത്ത രൂപത്തിൽ തന്നെ വിമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് SIT-യുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും കോടതിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് SIT ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമാണെന്ന് അറിയാം. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിച്ചില്ല? അപ്പോഴും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു. പക്ഷേ അത് പറയുകയാണെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞ ഈ പ്രതികരണം, അടൂർ പ്രകാശിൻ്റെ പ്രതികരണം പ്രസക്തമാണ്. അല്ല, മാത്രമല്ല അനിൽ ബോസ് പറഞ്ഞതുപോലെ നോട്ടീസ് പോലും ഇല്ലാതെ വിളിപ്പിക്കുകയായിരുന്നെങ്കിൽ അതല്ലേ അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണമായി വരേണ്ടത്. എന്നെ ഇതാ നോട്ടീസ് പോലും അല്ലാതെ വിളിപ്പിച്ച് 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന പ്രതികരണമല്ലേ? അദ്ദേഹം പറഞ്ഞത് വളരെ സ്വാഭാവികമായിരുന്നു എന്നാണ്, അസ്വാഭാവികത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതെ ഞാൻ പറഞ്ഞ നോട്ടീസ് കിട്ടി. അതായത് പിന്നെ അടൂർ പ്രകാശിനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാവുമല്ലോ. അതല്ല എന്നെ ചോദ്യം ചെയ്യുന്നതിന് എന്നാണ് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ KPC പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കൃത്യമായിട്ടും ഒരു പേര് പറഞ്ഞു. ആ കോൺഗ്രസ് നേതാവിൻ്റെ പേര് അടൂർ പ്രകാശ് എന്നാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന കാര്യം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ചോദ്യം ചെയ്യലിൽ പോയ സമയത്തല്ല, അതിനേക്കാൾ 24 മണിക്കൂർ മുമ്പാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശ് പറഞ്ഞ പോലെ ഇത് സ്വാഭാവിക പ്രക്രിയയാണ്. SIT വളരെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഘട്ടത്തിൽ SIT-യുടെ ഭാഗത്തുണ്ടാകുന്ന ഇപ്പോൾ തിങ്കളാഴ്ച അവർക്ക് ഇതിൻ്റെ പ്രോഗ്രസ് ഇത് കൊടുക്കണം. കാരണം കുറ്റപത്രത്തിന് മുമ്പേ തന്നെ ഇതുവരെ നടന്ന അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമായി എന്നുള്ള കാര്യം തിങ്കളാഴ്ച കോടതിയിൽ കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് അടൂർ പ്രകാശിനെ നോട്ടീസ് കൊടുക്കാതെ വിളിപ്പിച്ചാണെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് വെറുതെ വിടില്ലല്ലോ. അദ്ദേഹത്തിന് അഭിഭാഷകൻ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊന്നും വീഴ്ച വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഫോട്ടോയുടെ കാര്യത്തിൽ നിന്നാവില്ല. കാരണം ആദ്യഘട്ടത്തിലൊക്കെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരെയും വിളിച്ച് അതിൻ്റെ ഒരു കേസിനെ രൂപപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് ഏതാണ്ട് കുറ്റപത്രം കൊടുക്കേണ്ട 90 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും ഇത് പോകുന്നുണ്ടെങ്കിൽ
കോടതി തന്നെ പറഞ്ഞ സങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് നടക്കുന്ന ഓരോ അന്വേഷണവും ഓരോ ചോദ്യം ചെയ്യലും വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ആ തെളിവ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിലില്ല. പക്ഷേ എസ് ഐ ടിയെ പോലെയുള്ള കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി ഇനി അങ്ങോട്ടേക്ക്, അതായത് ഇത്രയും വൈകിട്ട് നടക്കുന്ന ഓരോ തെളിവെടുപ്പും അതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് വളരെ ലളിതമായിട്ട് കാണാൻ പറ്റില്ല. അതിൽ എന്തെല്ലാമോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ മൗനം. ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ദിവസത്തിലേക്ക് എന്താണ് വരിക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കാരണം ആ ചോദ്യത്തിലും അദ്ദേഹം ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അവർ തീരുമാനിക്കും എന്നുള്ളൊരു മറുപടി കൂടി നൽകുന്നുണ്ട്. അതായത് ഒരുപക്ഷെ SIT വീണ്ടും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളും അവിടെ നിൽക്കുകയാണ്. പക്ഷേ ശ്രീ സജീവൻ, ഇത് അടൂർ പ്രകാശിൽ നിൽക്കില്ല, ഒരുപക്ഷെ കടകംപള്ളിയെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള സൂചനകളും ഈ രൂപത്തിൽ തന്നെ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഈ പറഞ്ഞ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റാത്തൊരു വിഷയമായ സ്വർണ്ണക്കൊള്ള മാറുമോ? തീർച്ചയായിട്ടും അങ്ങനെ വരണം. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയില്ല, ഇപ്പോൾ ഇവിടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ അതിന് മുമ്പേ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഇപ്പോഴും അഴിക്കുള്ളിൽ കിടക്കുന്ന വാസുവും ഒക്കെ ഉണ്ടല്ലോ, പത്മകുമാറും ഒക്കെ ഉണ്ടല്ലോ. അവർ ഒരു പാർട്ടിയുടെ ആളുകൾ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസ് സ്വർണം കട്ടത് ആരാണെന്നുള്ള കാര്യം ചോദ്യത്തിന് പാട്ട് പാടിയിട്ട് അത് കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരാണോ നമ്മളും അങ്ങനെ കരുതേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ കോടതി അത് പാട്ട് ഒരു തെളിവായിട്ട് എടുക്കില്ല. ഇവിടെ രണ്ട് കൂട്ടർക്കും അവരാദ്യം അനിൽ ബോസ് പറഞ്ഞെടുത്താണെങ്കിലും സനോജ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അത് അവർ അനുകൂലിക്കുന്നു. കാരണം ആര് ചെയ്താലും അത് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് സനോജും പറഞ്ഞു, അനിൽ ബോസും പറഞ്ഞു. അത് അവിടെ നിർത്തിയാൽ മതി. അല്ലാതെ ഇതിൽ രാഷ്ട്രീയ പ്രേരിത കണ്ടെത്തേണ്ട, ഇതിൽ ഗോളടിക്കാൻ ആരും ശ്രമിക്കേണ്ട. കാരണം ഗോളടിക്കലൊക്കെ കുറ്റപത്രം കൊടുത്തിട്ട് അതിൻ്റെ പ്രോഗ്രസ്സിന് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ പറയാൻ. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വരുമല്ലോ, പ്രതികളാക്കപ്പെടുമല്ലോ. അപ്പോൾ ആ സമയത്ത് പറയും ഗോളടിക്കേണ്ടതൊക്കെ ഗോളടിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സ്വർണം കട്ടവൻ ആരപ്പാന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പ്രതികരണ മറുപടി ഇവർ പറയേണ്ടതില്ല. ഇതിൽ ഇനി അങ്ങോട്ട് എന്തെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണ ഏജൻസി SIT കണ്ടെത്തും. അതുവരെ ഈ ഞങ്ങൾ ഗോളടിച്ചു, ഞങ്ങൾ ജയിച്ചെന്ന കാര്യം ഇവരാരും പറയുന്നതിൽ അർത്ഥമില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.